Electric field due to electric dipole when field is along axial line. നമ്മൾ ചിത്രത്തിൽ ഒരു ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു. ചാർജസ് -q + q, അത് തമ്മിലുള്ള അകലം 2a ആണ്. പിന്നെ ആ ഡൈപോളിൻ്റെ ആക്സിസിൽ നമ്മളൊരു പോയിൻ്റ് P കൺസിഡർ ചെയ്യുന്നു. അത് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ്. ഇവിടെ പിയിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പിയിൽ +q ചാർജ് മൂലം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ -q ചാർജ് മൂലവും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാവും. ഇനി പിയിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു +q ചാർജ്, അത് കാണാനുള്ള ഫോർമുലയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. E ഡ്യൂ ടു +q, E1 = 1/4πε0 q/r-a². ഇവിടെ ചാർജ് q ആണ്, അതുപോലെ തന്നെ qവും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r-a. അടുത്തത് E ഡ്യൂ ടു -q ആണ്. E2 = 1/4πε0 q/r+a². ചാർജ് -q ആണ് വരുന്നത്. -qവിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം r+a ആണ്. ഇനി ടോട്ടൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് E = E1 + E2. അപ്പോൾ അതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് q/4πε0 ബ്രാക്കറ്റിൽ 1/r-a² - 1/r+a² വരും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ഫോർമുല കിട്ടുന്നത് E = 1/4πε0 × 2p/r³. ഇതിൽ P എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൂമെൻ്റ് ആണ്. P കാണാനുള്ള ഫോർമുല നമുക്കറിയാം. P = q × 2a. നെക്സ്റ്റ് വൺ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ വെൻ ഫീൽഡ് ഈസ് അലോങ് ഇക്വറ്റോറിയൽ ലൈൻ. നേരത്തെ പോലെ നമ്മളൊരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു, ഹാവിങ് ചാർജസ് -q and +q. ചിത്രത്തിൽ കാണാം. അവയ്ക്കിടയിലുള്ള ലെങ്ത് 2a ആണ്, ഡൈപോൾ ലെങ്ത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഉള്ള ദൂരം a അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ നിന്ന് ഇക്വറ്റോറിയൽ ലൈനിൽ, അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ r ഡിസ്റ്റൻസ് അകലെയായിട്ടൊരു പോയിൻ്റ് P ഉണ്ട്. അവിടുത്തെ ഇൻറ്റൻസിറ്റി കാണണം. അപ്പോൾ അവിടെ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ രണ്ട് ഡയറക്ഷൻസ് നമുക്ക് കാണാം. ഒന്ന് E1 ആണ്, ഒന്ന് E2 ആണ്. E1 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് ഡ്യൂ ടു +q ചാർജ് ആണ്. അതുപോലെ തന്നെ E2 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് ഡ്യൂ ടു -q ചാർജ്. ഈ E1ൻ്റെയും E2വിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഴുതുന്നുണ്ട്. E1 = E2 = 1/4πε0 q/r²+a². അതായത് +qവിൽ നിന്ന് ആ പോയിന്റിലേക്കും -qവിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √r²+a² ആണ്. അതിൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് r²+a² വരുന്നത്. ഇനി രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി നമ്മളവിടെ ചിത്രത്തിൽ നമുക്ക് കാണാം. E = 2E1 cos θ. ഇതിൽ E1ൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തു 1/4πε0 q/r²+a². അതുപോലെ തന്നെ കോസ് തീറ്റയുടെ വാല്യൂ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്, ആ തീറ്റയുടെ അടുത്തുള്ള സൈഡ് ഏതാണ്? a ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് r²+a² ⁻². ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ രീതി എഴുതാം. E = 1/4πε0 ആ മുകളിൽ 2qa എന്നുള്ളത് q × 2a എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ r²+a² ⁻³ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് E = 1/4πε0 p/r³. അപ്പോൾ ആക്സിയൽ ലൈനിലായിരുന്നപ്പോൾ നമുക്ക് കിട്ടിയത് 2p/r³ ആണ്. ഇവിടെ നമുക്ക് ഇക്വറ്റോറിയൽ ലൈൻ ആവുന്ന സമയത്ത് p/r³ ആണ്. അപ്പോൾ E ഡ്യൂ ടു ആക്സിയൽ ലൈനും E ഡ്യൂ ടു ഇക്വറ്റോറിയൽ ലൈനും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടുക 2:1 ആണ്, അല്ലെങ്കിൽ 2/1 ആണ്. അടുത്തത്, വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് എ ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് വർക്ക് നടക്കുന്നത്? വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ∫θ1 to θ2 ടോ × dθ. ടോ എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. അതിൻ്റെ വാല്യൂ നമുക്കറിയാം PE sin θ ആണ് × dθ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക. അപ്പോൾ PE = പൊട്ടൻഷ്യൽ എനർജി =
PE cos theta 1 minus cos theta 2. അടുത്ത ടോപ്പിക്ക് ഇലക്ട്രിക് ഫ്ലക്സ്. ഫൈ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിലൂടെ നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ടോട്ടൽ എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് ഇറ്റ്സ് എ സ്കാലർ ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ അതിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളമ്പാണ്. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല ഫൈ ഈസ് ഈക്വൽ ടു E ഇൻറ്റു എസ്. E എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയാം ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. എസ് എന്ന് പറയുന്നത് ഏരിയയാണ്. If lines of force is outward, flux is positive. ലൈൻസ് ഓഫ് ഫോഴ്സ് പുറത്തേക്കാണെങ്കിൽ ഫ്ലക്സ് പോസിറ്റീവ് ആണ്, ചിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ if lines of force is inward, flux is negative. ഇനി നമ്മൾ ഗോസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. എന്താണ് ഗോസ് തിയറം നോക്കാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 1/ε0 ടൈംസ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0യും ക്യൂവും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം മാത്തമാറ്റിക്കലി ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഇതിൽ ഫൈ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്, അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് ചാർജാണ്. ഇനി എന്താണ് ഗോസിയൻ സർഫസ് നോക്കാം. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സർഫസ് ഇൻ വിച്ച് ഗോസ് തിയറം ക്യാൻ ബി അപ്ലൈഡ്. ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോസ്ഡ് സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോസിയൻ സർഫസ്. ഇനി പ്രൂഫ് ഓഫ് ഗോസ് തിയറം. ഒരു ചാർജ് ക്യൂ കൺസിഡർ ചെയ്യുന്നു. R ഡിസ്റ്റൻസ് അകലെയായിട്ടൊരു പോയിന്റ് P ഉൾപ്പെടുന്ന ഒരു ഗോസിയൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് എ സ്ഫിയർ. ഇനി നമ്മൾ ഇക്വേഷൻ എഴുതാണ്. ഗോസ് തിയറത്തിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫൈ ഈസ് ഈക്വൽ ടു E ഇൻറ്റു എസ്. ഇയുടെ വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 1/4πε0 ഇൻറ്റു Q/r². അതുപോലെ എസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി സ്ഫിയർ ആണ്. ആ വാല്യൂ 4πr² ആണ്. അപ്പോൾ അവിടെ 4πr²ഉം 4πr² ക്യാൻസൽ ചെയ്യും. സോ വി ഗെറ്റ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q.